ഒരു ജനാധിപത്യ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ കൂടുതൽ വരുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പം ഈ 3 പേരല്ല, സതീശനും രമേശ് ചെന്നിത്തലയും KCയും കെ മുരളീധരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഒക്കെ പേര് ഓരോരുത്തർക്ക് പറയാം. അതിനൊന്നൊരു കുഴപ്പമില്ല. കാരണം മുഖ്യമന്ത്രി ആവേണ്ടാന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതം ഉണ്ടാവുള്ളൂ. കാരണം ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ആർക്കും മുഖ്യമന്ത്രിയാവാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു പേര് സതീശൻ്റെയാണ്, രണ്ടാമത്തെ പേര് രമേശ് ചെന്നിത്തലയാണ്. രണ്ടുപേരും, ഒരാൾ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, ഒരാൾ പഴയ പ്രതിപക്ഷ നേതാവ്. മൂന്നാമത്തെ പേരായിട്ടാണ് KC വേണുഗോപാലിൻ്റെ വന്നിട്ടുള്ളത്. തീർച്ചയായും KC മുഖ്യമന്ത്രിയാവാൻ യോഗ്യനായ ആൾ തന്നെയാണ്, ഒരു തർക്കവുമില്ല. പക്ഷേ KC നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുണ്ട്. ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് പറയാൻ പറ്റില്ല, MLA മാരുടെ പിന്തുണയുണ്ടോ എന്നുള്ളത് ജയിച്ചു കഴിഞ്ഞിട്ട് പറയാം, അതെന്തോ ആവട്ടെ. പക്ഷേ ഒന്ന്, പൊതുജനവികാരം KC മുഖ്യമന്ത്രി ആവണം എന്നല്ല എന്നൊരു തോന്നൽ ഉണ്ട് പൊതുവെ. കാരണം കഴിഞ്ഞ 5 വർഷമായി സതീശൻ നയിക്കുന്നുണ്ട്. അപ്പോൾ സതീശന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാവാം. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 കൊല്ലമായി പടയുടെ മുമ്പിൽ നിന്ന് നയിച്ചിട്ടുള്ള പടനായകൻ സതീശൻ തന്നെയാണ്. എങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ കക്ഷിയിലെ അംഗങ്ങൾ, ഹൈക്കമാൻഡ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് KC തന്നെ ഹൈക്കമാൻഡിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ വന്നിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. PK ആന്റണിയൊക്കെ പണ്ട് മുഖ്യമന്ത്രിയായി വന്നിട്ടുള്ള അങ്ങനെയാണ്. അങ്ങനെ വേണമെങ്കിൽ KC വരാനൊരു സാധ്യത എത്ര % ഉണ്ടെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, ഒരു സാധ്യതയുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ KC നേരിടുന്ന പല വെല്ലുവിളികളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ പൊതുവായി തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ കഴിഞ്ഞ 5 കൊല്ലമായി, തെരഞ്ഞെടുപ്പ് മാത്രമല്ല കഴിഞ്ഞ 5 കൊല്ലമായി ഉപതെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പിലും മുഖമായി നിന്നത് സതീശനാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ വിഷയം, KCയുടെ ഭാഗമായ ഹൈക്കമാൻഡാണ് MP മാർ മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്. MP മാർ മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ MP മാർ മുഖ്യമന്ത്രി ആകേണ്ടതില്ല എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം? പല MP മാർക്കും താല്പര്യമുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം, K സുധാകരനും പലർക്കും. സ്വാഭാവികമായും കേന്ദ്ര രാഷ്ട്രീയത്തിൽ ഇനി വലിയ പങ്കൊന്നുമില്ല, കേരള രാഷ്ട്രീയത്തിലേക്ക് വരാം. അതുകൊണ്ട് ഹൈക്കമാൻഡ് എന്ന രൂപത്തിൽ KC തന്നെ എടുത്ത തീരുമാനം KC തന്നെ റദ്ദാക്കി ഹൈക്കമാൻഡ് എടുക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് KC പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് ലോക്സഭയിൽ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു പദവിയാണ്. ഇനിയിപ്പോൾ അതൊഴിഞ്ഞ് അദ്ദേഹം വേറെ ആൾക്ക് കൊടുക്കേണ്ടി വരുമോ, കൊടുക്കുമോ അറിയില്ല. മറ്റൊരു പ്രധാന കടമ്പ വരാൻ പോണത്, 1 അല്ല 2 കടമ്പയുണ്ട്. അത് ഉപതെരഞ്ഞെടുപ്പുകളാണ്. KC വന്നാൽ 6 മാസത്തിനകത്ത് KCക്ക് നിയമസഭാംഗമാണ്. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ, ഷുവർ മണ്ഡലത്തിൽ KC മത്സരിച്ച് ജയിച്ചുകൂടായൊന്നുമില്ല. ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും. രണ്ടാമത് ആലപ്പുഴ അദ്ദേഹം MP ആയിരിക്കുന്ന മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. ഈ 2 ഉപതെരഞ്ഞെടുപ്പുകൾ ഉടനെ നേരിടേണ്ടി വരും. അങ്ങനെ നേരിടേണ്ടി വരുമ്പോൾ അത് സംഘടനാപരമായ പ്രശ്നം മാത്രമല്ല, ജനങ്ങൾക്കുള്ളിൽ ഒരു നെഗറ്റീവ് ഉണ്ടാക്കാനുള്ള സാധ്യതയില്ലേ, പരിശോധിക്കണം. കാരണം വേണമെങ്കിൽ ഇദ്ദേഹത്തിന് ആദ്യമേ മത്സരിക്കാമായിരുന്നല്ലോ എന്ന ചോദ്യമുണ്ട്. അതുമാത്രമല്ല, ഈ അർത്ഥത്തിൽ വീണ്ടും ജനങ്ങളുടെ മേൽ ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുന്നു എന്ന സംഗതിയുണ്ട്. തൽക്കാല ലാഭത്തിന് വേണ്ടി ആളുകൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പുകൾ അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണോ എന്ന ധാർമ്മികമായൊരു ചോദ്യം ജനങ്ങൾക്കിടയിൽ വരും. അത് കോൺഗ്രസിനും UDFനും തലവേദനയാവാനാണ് സാധ്യത. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യഘട്ടത്തിൽ KC കേരളത്തിൽ മുഖ്യമന്ത്രിയായി വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അദ്ദേഹം എങ്ങനെ ചിന്തിക്കുന്നു, ഹൈക്കമാൻഡ് എങ്ങനെ ചിന്തിക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല. വരാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാൻ കരുതുന്നത്.